മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭീതി പടർത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ലോക്സഭയിൽ അമിത്ഷായുടെ തകർപ്പൻ മറുപടി. ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയുമെന്ന ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് കണക്കുകൾ നിരത്തി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ 20-ൽ നിന്ന് 30 ഉയരുന്നതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആകെ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും ഇതിലൂടെ മോദി സർക്കാർ ദക്ഷിണേന്ത്യയെ ചേർത്തു പിടിക്കുകയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. ലോക്സഭയിലെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും അമിത്ഷാ തുറന്നടിക്കുന്നുണ്ട്. വനിതാ സംവരണ ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്കിടെ കണക്കുകൾ നിരത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ മറുപടി നൽകിയത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് തിരിച്ചടിയാകില്ലെന്നും മറിച്ച് പ്രാതിനിധ്യത്തിൽ ചെറിയ വർധനവുണ്ടാകുമെന്നുമാണ് അമിത്ഷായുടെ വിശദീകരണം. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം ഏകദേശം 816 മുതൽ 850 വരെയായി ഉയരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. നിലവിലുള്ള 543 സീറ്റുകളിൽ നിന്ന് ഏകദേശം 50% വർധനവുണ്ടാകുക. ഇതോടെ 33% വനിതാ സംവരണം നടപ്പിലാക്കിയാലും ജനറൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തെയും സീറ്റുകളുടെ വർധനവ് സംബന്ധിച്ച കൃത്യമായ കണക്കുകളും അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞായിരുന്നു അമിത്ഷായുടെ മറുപടി. 850 എന്ന കണക്ക് എവിടെ നിന്നു വന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് കണക്കുകൾ നിരത്തിയുള്ള മറുപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ 33% സംവരണം സ്ത്രീകൾക്ക് നൽകണം. മൊത്തം സീറ്റുകൾ 50% വർദ്ധിപ്പിച്ചാൽ അത് 150 ആക്കും. 150ന്റെ 33% സംവരണം പ്രയോഗിക്കുമ്പോൾ 100 ജനറൽ സീറ്റുകളിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ലോക്സഭയിൽ നിലവിൽ 543 അംഗങ്ങളുണ്ട്. സീറ്റുകളിൽ 50% വർധനവുണ്ടാകും. 33% വനിതകൾക്ക് സംവരണം ചെയ്യുമ്പോൾ 543 സീറ്റുകളും തുറന്നു കിടക്കും. അവിടെ സ്ത്രീകൾക്കും മത്സരിക്കാം. അങ്ങനെയാണ് ഈ 50% വരുന്നത്. 850 എന്നത് ഒരു ഏകദേശ കണക്കാണ്. കൃത്യമായ സംഖ്യ 816 ആയിരിക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആകെ സീറ്റുകൾ 129-ൽ നിന്ന് 195 വർദ്ധിക്കും. പ്രാതിനിധ്യം 23.76% നിന്ന് 23.87% ഉയരും. വികസനത്തിലും പ്രാതിനിധ്യത്തിലും ദക്ഷിണേന്ത്യയെ തഴയുന്നു എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് മുഖത്തേറ്റ അടിയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഈ കണക്കുകൾ. രാഷ്ട്രീയ ലാഭത്തിനായി ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ അന്ത്യം ഇതോടെ കുറിക്കപ്പെടുകയാണ്. ദക്ഷിണേന്ത്യയെ ഭയപ്പെടുത്തിയും വടക്ക് തെക്ക് വിഭജനമുണ്ടാക്കിയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ ഗൂഢാലോചനയ്ക്കേറ്റ കനത്ത പ്രഹരമാണ് അമിത്ഷാ ലോക്സഭയിൽ നൽകിയ ഈ മറുപടി. കുടുംബവാഴ്ച നിലനിർത്താൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കോൺഗ്രസും വികസന മുരടിപ്പ് മറയ്ക്കാൻ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷവും ഇത്രയും കാലം പ്രചരിപ്പിച്ചത് ശുദ്ധ നുണകളാണെന്ന് ഇതോടെ തെളിഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മോദി സർക്കാർ ശിക്ഷിക്കുമെന്നായിരുന്നു അവരുടെ പ്രധാന പ്രചാരണം. എന്നാൽ കേരളത്തിൽ എംപിമാരുടെ എണ്ണം 20-ൽ നിന്ന് 30 ഉയരുമെന്ന യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ ഈ കള്ളപ്രചാരണം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുന്ന വനിതാ സംവരണ ബില്ലിന് പോലും തുരങ്കം വെക്കാൻ നോക്കുന്ന ഈ അവിശുദ്ധ സഖ്യം സത്യത്തിൽ ദക്ഷിണേന്ത്യയുടെ വികസനത്തിന് തടസ്സമാണ്. വിഘടനവാദത്തിന്റെ വിത്തുപാകി അധികാരം പിടിക്കാൻ നോക്കുന്നവർക്ക് കണക്കുകൾ നിരത്തിയുള്ള ഈ വെളിപ്പെടുത്തൽ തിരിച്ചടിയാകും. ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനൊപ്പമാണ് ദക്ഷിണേന്ത്യയെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. നിഴൽ യുദ്ധം നടത്തുന്നവർക്ക് ഇനി ജനമധ്യത്തിൽ മറുപടി പറയേണ്ടി വരും.